ഹേ ഗൈസ്, ഞാൻ ഒരു 1999 മോഡൽ സെൻ എടുത്തു. ആൻഡ് ഐ തോട്ട് ഒരു ചെറിയ വ്ളോഗ് പോലെ ചെയ്യാം. കാരണം റിയലി ബോർഡ്. ഒറ്റയ്ക്കാണ്. ഈ ബാക്കിൽ കാണുന്ന ഫുൾ ലഗേജാണ്. ഞാൻ ഈ വണ്ടി ഫസ്റ്റ് എടുത്തപ്പോൾ ഇറ്റ്സ് ലൈക്ക് നല്ല ഫ്രഷ് വണ്ടിയായിരുന്നു. പക്ഷേ എൻജിൻ സൈഡിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ലീക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയായി. ഇപ്പോൾ ലീക്ക് എന്ന് പറയുന്ന ഒരു വാക്കിനോട് എനിക്ക് പേടിയാണ്. ബിക്കോസ് ലീക്ക് നമ്മളെല്ലാം ലീക്കും അടച്ചിട്ട് ഒരു ലീക്ക് ബാക്കിയുണ്ടായിരുന്നു. അത് റേഡിയേറ്ററിൻ്റെ താഴെയുള്ള പൈപ്പിൽ, ലൈക്ക് എൻജിൻ കണക്ട് ചെയ്തിട്ടുള്ള പൈപ്പിലായിരുന്നു ആ ലീക്ക്. ആൻഡ് കഷ്ടപ്പെട്ടു അത് കണ്ടുപിടിക്കാൻ. ലിറ്ററലി 6 hours അടുത്ത് ആ ലീക്ക് കണ്ടുപിടിക്കാൻ. ഒരു ചെറിയൊരു ഹോളാണ്, പക്ഷേ ഐ എം ടേക്കിംഗ് ദിസ് കാർ ടു ഗോവ. അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു ആ ലീക്ക് കണ്ടുപിടിക്കാൻ. ആൻഡ് അതെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ ക്ലച്ച് റീപ്ലേസ് ചെയ്തു. ലീക്സ് എല്ലാം കളഞ്ഞു. ഡിസ്ട്രിബ്യൂട്ടറിലെ ലീക്ക് ഉണ്ടായിരുന്നു. അത് സെനോണേഴ്സിന് എല്ലാവർക്കും അറിയാം, ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ലീക്ക്. പിന്നെ പറയത്തൊക്കെ കംപ്ലയിൻസ് ഒന്നുമില്ല. കുറച്ച് പൈസ ഇറങ്ങി, ഒരു 20,000 അടുത്ത് ഇറങ്ങി. ബാറ്ററിയുടെ അവിടെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഒരു 18 മോഡൽ ബാറ്ററി ആയിരുന്നു. ആൻഡ് ഈ വണ്ടി എന്ന് പറഞ്ഞാൽ 1999 മോഡൽ VX വിത്തൗട്ട് പവർ സ്റ്റിയറിംഗ്. സോ ഇൻബിൽറ്റ് ആയിട്ട് തന്നെ വിൻഡോസിൻ്റെ സ്വിച്ച് എല്ലാം വരുന്നുണ്ട്. റിയർ വൈപ്പർ വരുന്നുണ്ട്. പിന്നെ അത് LPG പ്ലസ് പെട്രോളാണ്. ഇതിനിടയിൽ LPG വർക്കായില്ല. LPG കൺവേർട്ട് ചെയ്യുമ്പോൾ വണ്ടി ഓഫ് ആവുമായിരുന്നു. ഇപ്പോൾ ഞാൻ ഒരുവിധം ദൂരമൊക്കെ പെട്രോളിൽ തന്നെ വന്നു. സോ നിങ്ങൾക്കും കേൾക്കാം ഈ വണ്ടിയുടെ സൗണ്ട്. സോ ഇതിൻ്റെ എക്സോസ്റ്റ് ലൈക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് വേറെ. അതിൻ്റെ ഒരു സൗണ്ട് മേ ബി കേൾക്കുന്നുണ്ടായിരിക്കും. എനിക്ക് അറിഞ്ഞോളൂ. എനിക്ക് കേൾക്കുന്നുണ്ട്. സ്മൂത്താണ് വണ്ടി. എടുത്തു കഴിഞ്ഞ് കുറച്ച് പണി ഉണ്ടായിരുന്നു, പക്ഷെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ സ്മൂത്താണ്. ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 400 കിലോമീറ്ററിന് അടുത്ത് ഓടിച്ചു. 437 ഇപ്പോൾ 437 ഞാൻ ട്രിപ്പൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. സോ വൈബ്രേഷനൊക്കെ ഉണ്ട്. സോ ഇങ്ങനെ ഒരു വണ്ടി എടുക്കാനുള്ള ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ഫസ്റ്റ് കാർ ഞാനായിട്ട് എടുക്കുന്നത് ഒരു കേട്ടനായിരുന്നു. ഇറ്റ്സ് എ ഗുഡ് കാർ ആക്ച്വലി. 1 ലിറ്റർ എഞ്ചിനാണ്, K സീരീസ് എഞ്ചിൻ. പക്ഷേ ഞാൻ കൂടുതലും ഇൻറ്റു കാർസ്. സോ എനിക്ക് കാറിന് ഒരു പാഷനാണ് കാറിൻ്റെ മേലെ. ചെറുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ പ്രീമിയർ പത്മിനിട്ടുണ്ട്. പക്ഷേ ഞാൻ ജനിച്ച സമയം തൊട്ട് മാറ്റി. 2004 നമ്മൾ ഫസ്റ്റ് മാരുതിയിട്ടുണ്ട്. MPF ഇത് കാർബറേറ്ററാണ്. സോ സംഭവം എന്താണെന്ന് വെച്ചാൽ എളുപ്പമാണ്. ലൈക്ക് വണ്ടി പണിയാന്ന് പറഞ്ഞാൽ കൂടെ നിന്ന് പണിയണം. പിന്നെ പറ്റിയ വർക്ക്ഷോപ്പ് കിട്ടും. സോ ഞാൻ കൊടുത്തത് ഇങ്ങനെ പഴയ കാസ് മാത്രം പണിയുന്നൊരു വർക്ക്ഷോപ്പ്. കാരണം ഒരുപാട് പേര് റിഫ്യൂസ് ചെയ്തു ഈ വണ്ടി പണിയാൻ വേണ്ടി. സോ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു പാർട്സ് കിട്ടാനൊക്കെ. സോ അവർ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ താഴെ നമ്പർ കൊടുക്കാൻ. ഒരു വയസ്സായിട്ടുള്ളതാണ്. അടിപൊളിയാണ്. കുന്നംകുളത്താണ്. ഞാനും കുന്നംകുളത്താണ്. സോ എനിക്കങ്ങനെ ഇതൊന്നും എടുത്തില്ല. പെട്ടെന്ന് തന്നെ അവർ ചെയ്തു തന്നു. ആൻഡ് ഇങ്ങനെ ലോങ് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓക്കെ നമ്മളെന്തായാലും ചെയ്തു തരാം, ഒറ്റയ്ക്ക് വിട്ടാൽ ശരിയാവില്ല. ആൻഡ് ഓവറോൾ വണ്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ പെർഫോമൻസ് എല്ലാം ഓക്കെ. ഞാൻ ടോപ്പ് പോയത് ഒരു 110 സോ ആ സമയത്ത് കുറച്ച് വൈബ്രേഷൻസ് കൂടുതലായിരുന്നു. അത് 1999 മോഡലല്ലേ. ലൈക്ക് 26 years old കാറിന് ഇത്ര പ്രതീക്ഷിക്കുന്നത് തന്നെ വലിയ കാര്യം. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി നന്നായിട്ട് ഓടും. ഞാനിപ്പോൾ റീപ്ലേസ് ചെയ്തത് ക്ലച്ച് റീപ്ലേസ് ചെയ്തു. ഓയിൽ റീപ്ലേസ് ചെയ്തു. ഐ മീൻ ചേഞ്ച് ചെയ്തു. ആൻഡ് ഗിയർ ഓയിൽ, ബ്രേക്ക് ഓയിൽ,
എൻജിൻ ഓയിൽ, പിന്നെ കൂളൻ്റ് റീപ്ലേസ് ചെയ്തു, അതിൻ്റെ താഴത്ത് പൈപ്പ്സ് കണക്ഷൻസ് ഒരുവിധം മിക്ക പൈപ്പ്സും തിരുമ്പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, റബ്ബർ പൈപ്പ്സ് ആണെങ്കിലും തന്നെ ഭയങ്കര അതിനെ പുഷൊക്കെ ഭയങ്കര സോഫ്റ്റായിരുന്നു. സോ അതൊക്കെ മാറ്റി. ആൻഡ് പറയുന്നതൊക്കെ പണികളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ പക്ഷേ ഇതൊക്കെ കൂടിയിട്ട് തന്നെ അത്യാവശ്യം എമൗണ്ട് ആയി. സോ പർട്ടിക്കുലർലി ഈ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ വീട്ടുകാരെ ഇടയ്ക്ക് വിളിക്കുമായിരുന്നു, ഉറങ്ങുന്നുണ്ടോ എന്നൊക്കെ അറിയാം. പക്ഷേ ഉറക്കമൊന്നും വരില്ല. ബിക്കോസ് നമ്മൾ മ്യൂസിക് ഉണ്ടല്ലോ, സോ പാട്ടാണ് ഒരേ ബൈബിളുള്ള മ്യൂസിക് ഒരുമിച്ച് വെച്ച് ഹെവി ഉറക്കം വരും. സോ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യണം, ഇടയ്ക്ക് ഇംഗ്ലീഷ് ചെയ്യണം. സോ ഇംഗ്ലീഷിൽ തന്നെ ഭയങ്കര റോക്ക് സോങ്സും അതിൻ്റെ ഇടയിൽ ഒരു മലയാളം കിട്ടണം. സോ നമുക്ക് കൂടെ പാടാൻ പറ്റിയ അറിയാവുന്ന ലിറിക്സൊക്കെ അറിയാവുന്ന പാട്ടുകളൊക്കെ അങ്ങനെ. പിന്നെ ഭയങ്കര വൈബ് കിട്ടുന്ന പാട്ടുകൾ. പിന്നെ ഇങ്ങനെ റാപ്പ് സോങ്സൊക്കെ കേട്ട് അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ പാടിക്കൊണ്ടിരുന്ന നമുക്ക് ഒരുവിധം ഉറപ്പൊന്നും വരില്ല. പിന്നെ ഞാൻ വണ്ടിയിൽ ഓർബിറ്റ് വയ്ക്കും. സോ ഓർബിറ്റ് വയ്ക്കുന്നത് നല്ലതായിരുന്നു. സോ ഞാൻ സ്മോക്ക് ചെയ്യുന്ന ഒരാളാണ്, അപ്പോൾ ഇടയ്ക്ക് സ്മോക്കിങ് ചെയ്യും, ഒരു സ്മോക്ക് ബ്രേക്ക് എടുക്കും. ഞാൻ ഓർബിറ്റ് കാര്യങ്ങളൊക്കെ കഴിക്കും. പിന്നെ ഇടയ്ക്ക് വിൻഡോസ് തുറന്നിട്ട് ഓടിക്കും. സോ ഇടയ്ക്ക് വിൻഡോസ് തുറന്നിട്ട് ഓടിച്ച് ഞാനിപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതൽ AC ഇടാറില്ല, കാരണം AC-യുടെ അവിടെ ഒരു ലീക്കുണ്ട്. സോ AC ഇട്ട് കുറച്ച് കഴിഞ്ഞാൽ ആ ലീക്ക് ഇങ്ങനെ വെള്ളം വന്നിട്ട് അടിഞ്ഞുകൊണ്ടിരിക്കും. ഓവറോൾ ഇറ്റ്സ് എ ഗുഡ് കാർ. നിങ്ങൾക്ക് കണ്ണും പൂട്ടി എടുക്കാൻ പറ്റിയ വണ്ടി എന്ന് പറയാൻ പറ്റില്ല. ഞാൻ മേ ബി നിങ്ങൾക്ക് പണിത നല്ല വണ്ടിയാണ്, കാരണം ഇത്രയും പഴയ മോഡലായിട്ടും ഒറ്റ ക്ലിക്കിനാണ് സ്റ്റാർട്ടായത് വണ്ടി. ആൻഡ് ഒറ്റ ആ ക്രാങ്ക് കണ്ടല്ലോ. സോ മോർണിംഗിൽ ഞാൻ വണ്ടി എടുത്തപ്പോൾ ക്രാങ്ക് ഉണ്ടായിരുന്നില്ല. ഇന്നലെ ഞാനൊരു 12 മണിക്കാണ്. സോ മോർണിംഗിൽ ഞാൻ പുറത്തുനിന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് എടുത്തപ്പോൾ ക്രാങ്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് സ്റ്റാർട്ടർ മോട്ടറിൻ്റെ അവിടേക്കുള്ള വയറിൻ്റെ ഒരു കണക്ഷൻ ഇഷ്യൂസ് ആയിരുന്നു. സോ ഇങ്ങനത്തെ വണ്ടിയിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാൻ, ഇലക്ട്രിക് പ്രശ്നങ്ങളുണ്ടല്ലോ, അത് കണ്ടുപിടിക്കാൻ കുറച്ച് പ്രയാസമാണ്. പിന്നെ ഇത് ലേബർ ചാർജ് കൂടുതലാണ് ഇങ്ങനത്തെ വണ്ടിയിൽ. ഐ മീൻ ഞാൻ വലിയ കാറുകളിനായിട്ടല്ല കമ്പയർ ചെയ്യുന്നത്. ലേബർ ചാർജ് പൊതുവെ കൂടുതലാണ്. പിന്നെ മെയിൻലി ഞാൻ ഈ വ്ളോഗ് എടുക്കുന്നത് ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ യാത്ര ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്കാണ്. സോ എങ്ങനെ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാം. സോ നൈറ്റാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രശ്നം വരാൻ പോകുന്നത്. സോ നമ്മൾ വിചാരിക്കും നമ്മൾ കാറിലല്ലേ, സേഫ് അല്ലേ. പക്ഷെ അങ്ങനെയല്ല. മേ ബി നമ്മുടെ ടയർ പഞ്ചറാക്കിയിട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ ഇതൊക്കെ എന്താ പറയുക, സ്വത്തും കാര്യങ്ങളൊക്കെ അടിച്ചു മാറ്റി നമ്മളെവിടെയെങ്കിലും കൊന്നുകളി പോലും ആദ്യം അറിയില്ല, കാരണം അങ്ങനത്തെ റൂട്ടാണ് അതിൻ്റെ ഇടയിൽ. സോ ഞാനിപ്പോൾ കുണ്ടാപ്പുര കഴിഞ്ഞ് അത്യാവശ്യമായി. ഞാൻ ബാംഗ്ലൂരിലായിരുന്നു ഹോൾട്ട് ചെയ്ത് ഒരു പെട്രോൾ പമ്പിൽ. ഇതിനുള്ള തന്നെ കിടന്നു. ഞാൻ ബാക്കിലെ ലഗേജ് ഒന്ന് നീക്കി വെച്ചിട്ട് ഓക്കെ ചുരുണ്ടുകൂടി കിടക്കാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ല. ഒരു 2-3 hours ഉറങ്ങി. ഞാൻ എപ്പോഴും കൂടെ വയ്ക്കുന്ന സെറ്റാണ്. സോ നമുക്ക് എന്തെങ്കിലും ബാറ്ററിയുടെ കണക്ഷൻ ലൂസ് ആവി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. സോ പൊതുവെ വണ്ടിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോൾ 100 km/h വണ്ടി പോകുന്നത്. വലിയൊരു വൈബ്രേഷൻ എനിക്ക് തോന്നുന്നില്ല ഈ ക്യാമറയ്ക്ക്. എൻ്റെ ക്യാമറ അത്ര നല്ലതൊന്നുമല്ല, വലിയ എന്താ പറയുക, ക്വാളിറ്റി ഉള്ള ഫോണൊന്നുമല്ല. ഐ മീൻ സോ കമ്പാരിറ്റീവ്ലി ഇങ്ങനെ ഗിംബലൊക്കെ ഉള്ള അങ്ങനത്തെ ഒന്നുമല്ല. സോ എങ്ങനെയാണോ വൈബ്രേഷൻ അതുപോലെ കാണിക്കും. സോ 100-ൽ പോകുമ്പോഴും ഇത്ര വൈബ്രേഷൻ തന്നെയുള്ളൂ. പിന്നെ മെയിൻലി കാറിൻ്റെ കാര്യം പറഞ്ഞാൽ ഇത് ടെസ്റ്റൊക്കെ കഴിഞ്ഞ വണ്ടിയായിരുന്നു. മെയിൻലി ഇതിൻ്റെ മുന്നത്തെ ഓണർ നന്നായിട്ട് തന്നെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഡിഗ്രി പഠിക്കുന്ന ആളാണ്. ആൾക്ക് കാറിൻ്റെ മെക്കാനിക്കൽ വൈസും കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തു. പക്ഷേ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മൾ ഇരുന്ന് നോക്കിയാൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ ഞാൻ അവിടെ ആ വർക്ക്ഷോപ്പിൽ കൊടുത്തപ്പോൾ
എനിക്ക് ഗോവ വരെ എത്തണം. ഒരു 750 കിലോമീറ്റർ ഉണ്ട്. സോ അത് കവർ ചെയ്യാൻ പറ്റിയ കേപ്പബിൾ അത്രയും ചെയ്താൽ മതി. കാരണം വേറെ എക്സ്ട്രാ വർക്ക്സ് ഒന്നും ചെയ്യണ്ട. ഒരു 5-6-നുള്ളിൽ തീർക്കാനാണ് പറഞ്ഞത്. ആൾ 20-25 തീർക്കും. സോ 15 അവിടെ തന്നെ. അത് കഴിഞ്ഞിട്ട് ഈ പൈപ്പിൻ്റെ ലീക്ക് മാറ്റാൻ കണ്ടുപിടിച്ച് വേറെ വെൽഡ് ചെയ്ത് അതിൻ്റെ എക്സ്ട്രാ കോസ്റ്റായി. പിന്നെ ഈ സ്റ്റാർട്ടർ മോട്ടറിൻ്റെ ഒരു കംപ്ലയിൻറ്റ് വന്നായിരുന്നു. അത് കംപ്ലയിൻ്റ് അല്ല, അത് പക്ഷേ സർവീസ് ചെയ്യാനത് 400-500 ആയി. പിന്നെ മാറ്റേണ്ട ലൈക്ക് ബേസിക് സാധനങ്ങൾക്കൊക്കെ പൊതുവെ പൈസ കുറവാകും. ഈ പോഡ്മോലൊക്കെ കിട്ടും, എല്ലാ പാട്ടും കിട്ടണമെന്നില്ല, പക്ഷേ നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റിയ പാട്ടുകളൊക്കെ കിട്ടും. ഞാൻ ആലോചിക്കുന്നത് ഇപ്പോൾ ആവശ്യമില്ലാത്ത പാട്ടുകളൊക്കെ എടുത്തിട്ട് റിമൂവ് ചെയ്ത് വെക്കാം. ബിക്കോസ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് റിഡക്ഷൻ ആവും. പിന്നെ എനിക്ക് പൊതുവെ അത്രയും ആവശ്യമില്ല, എനിക്ക് വണ്ടി നീക്കാൻ മതി, അത്രയും. ഒരുപാട് പേര് എന്നെ പറഞ്ഞു ഇങ്ങനെ മാനസികമായിട്ടൊക്കെ തളർത്തി, ഈ വണ്ടി നീ എടുത്തിട്ട് നീ പോകത്തൂല. സോ ഇനിയൊരു 230 കിലോമീറ്ററും കൂടി എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. സോ അങ്ങനെ കുറേ പേര് തളർത്തി. അത് അവർക്കും ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും ഞാൻ ഇത്രയും പൈസ പൊട്ടിക്കുന്നതല്ലേ ഈ വണ്ടിയുടെ മേലെ. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് ഗോവ വരാൻ മെയിൻ കാരണം ബീച്ചസും, പിന്നെ ഞാൻ ഗോവയിലാണ് പഠിച്ചപ്പോൾ അതിൻ്റെ ഒരു ഇഷ്ടമുണ്ടാവും. പൊതുവെ വണ്ടി അടിപൊളിയാണ്. നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മെക്കാനിക്കൽ സൈഡ് കുറച്ചെങ്കിലും പഠിച്ച് വെച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കാർ ടു ഡ്രൈവ്. സോ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് റെഗുലറായിട്ട് ചെക്കപ്പ് ചെയ്യുമായിരുന്നു. ഇങ്ങനെ ഓയിലും പിന്നെ കൂളൻ്റൊക്കെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൂളൻ്റിൻ്റെ ലൈക്ക് എൻജിൻ ഹീറ്റ് നോക്കുമായിരുന്നു. ഇപ്പോൾ തന്നെ ലൈക്ക് ഹാഫിനും താഴെയുണ്ട്. ആൻഡ് ഇതിൽ 2 ഫ്യൂവൽ ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി റീസണബിൾ LPG ആണ്. പക്ഷെ ഞാൻ വന്ന ഒരു 400 കിലോമീറ്ററിനടുത്തും ഞാൻ പെട്രോൾ തന്നെ യൂസ് ചെയ്തു. കുറച്ച് ഒരു അരമണിക്കൂറായിട്ടില്ല ഞാൻ LPG യൂസ് ചെയ്തു. സോ LPG യൂസ് ചെയ്തിട്ട് കുറച്ചായില്ലെന്ന് പറഞ്ഞാൽ ആ ടൈമിൽ LPG വർക്കായില്ല. ലൈക്ക് ലോ സ്പീഡിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് അറിഞ്ഞൂടാ എന്താ, സാധാരണ നിർത്തിയിട്ടൊക്കെ ചേഞ്ച് ചെയ്യാം. പക്ഷേ ഞാനൊരു 80 km/h ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓക്കെ ജസ്റ്റ് ട്രൈ ചെയ്യാം. ഇപ്പോൾ വണ്ടി നിന്നില്ലെങ്കിൽ തന്നെ വീണ്ടും പെട്രോളിലേക്ക് കൺവേർട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ CNGയുടെ ഇത് LPGയുടെ ഇത് ഓൺ ചെയ്തപ്പോഴേക്കും ഓക്കെ. കാരണം LPG ഞാൻ ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് യൂസ് ചെയ്യാനും പറ്റില്ല, ചുമ്മാ പൈസ പോയെന്ന് വിചാരിച്ചു. സോ കമ്പാരിറ്റീവ്ലി പെട്രോൾ തന്നെയാണ് കുറച്ചും കൂടി എനിക്ക് ഇഷ്ടമായത്. കാരണം ഈ വണ്ടിക്ക് എക്സോസ്റ്റും ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ കാലൊക്കെ കൊടുത്തോടിക്കുമ്പോൾ ഇങ്ങനെ ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ, അത് കൂടുതൽ വരുന്നത് പെട്രോളിന്. കുറച്ചും കൂടി പെർഫോമൻസ് ഉണ്ട്. പിന്നെ ഇത് 1 ലിറ്റർ ആയിട്ട് കൂടെ AC-യുടെ നമ്മൾ AC ഇടുമ്പോൾ ചെറിയൊരു പിടുത്തമുണ്ട്. സോ 1 ലിറ്റർ വണ്ടികൾക്ക് അങ്ങനെ വരാറില്ല. മേ ബി പഴയ വണ്ടിയല്ലേ, അതിനെ റെസ്പെക്റ്റ് ചെയ്യണം. സോ പൊതുവെ എനിക്ക് പിന്നെ ഇതിലൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. എൻ്റെ ഇതിൻ്റെ ഓണറിനെ പറ്റി പറയുകയാണെങ്കിൽ ആൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൾ എക്സ്ട്രാ പാർട്സും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ആൾ. സോ സെന്നെ പോലത്തെ വണ്ടി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം. ആൾ പറഞ്ഞിട്ടുണ്ട് കൊടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ആളോട് തന്നെ പറയണം. സോ പൊതുവെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം ഒരു 100-120 ഒക്കെ എത്തുമ്പോൾ, കാരണം ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ലോവർ ആമിൻ്റെ ബെൻഡ് ഉണ്ടായിരുന്നു, ചെറിയൊരു ബെൻഡ്. അതിനകത്ത് ഞാൻ റിമൂവ് ചെയ്ത് റീപ്ലേസ് ചെയ്ത് പുതിയ പാട്ടൊക്കെ വെച്ചു. സ്റ്റിൽ ഒരു ലെഫ്റ്റിക്ക് ഒരു ചായലുണ്ട്. ആൻഡ് സ്ട്രേറ്റ് വയ്ക്കുമ്പോൾ ഒരു ടയർ സ്ട്രേറ്റ്, ഒരു ടയർ ലെഫ്റ്റിക്കാണ്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ പൊതുവെ വണ്ടി ഒരു ഇതുകൊണ്ടായിരിക്കണം ലൈക്ക് ഒരു 120 km/h വെച്ച് പോകുമ്പോൾ ലൈക്ക് ടേണിങ്ങിനെല്ലാം കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. ഭയങ്കര താഴ്ന്നിരിക്കുന്ന ഒരു സ്പോർട്ടി സീറ്റിനുള്ള ഒരു വണ്ടിയാണ്. ഒരു ബക്കറ്റ് സീറ്റ് ആൻഡ് ഒരു സ്പോർട്ടി രീതിയിലാണ് അതിൻ്റെ ഇൻറ്റീരിയർ ആൻഡ് അതിൻ്റെ ഓവറോൾ ചെയ്തിട്ടുള്ളത്. സോ
ആ ഒരു കാരണം കൊണ്ട് എനിക്ക് ടേണിങ്സും കേർവ്സും ഒക്കെ നന്നായിട്ട് എടുക്കാൻ പറ്റും. പക്ഷേ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ടേണിങ് റേഡിയസ് കുറവാണ്. നമ്മൾ നിർത്തിയിട്ട് ഒരു യൂ ടേൺ എടുക്കുമ്പോൾ ചെറിയ വഴിയാണെങ്കിൽ യൂ ടേൺ എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. അത് ആക്ച്വലി അത് കുറച്ച് സീനുള്ളൊരു കാര്യം. കാരണം നമ്മൾ വലിയൊരു ഹൈവേയിലേക്ക് യൂ ടേൺ എടുക്കുന്ന വെച്ചാൽ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ നമ്മൾ തന്നെ ഇത് ഓടിച്ചോടിച്ച് ശരിയാവും. സോ കുറച്ചും കൂടി മുന്നെത്തുമ്പോൾ നമ്മൾ സാധാരണ ഓടിക്കുന്ന വണ്ടിനേക്കാൾ കുറച്ചും കൂടി ടേണിംഗ് റേഡിയസ് കുറവാണ്. സോ അതനുസരിച്ച് മൈൻഡിൽ ഫിക്സ് ചെയ്തിട്ട് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ മാറ്റണം. ടേൺ ചെയ്യണതിന് തൊട്ട് മുന്നുള്ള ആ ഒരു ഇതൊക്കെ ആ ഒരു പാർട്ട് നമ്മൾ ആ ടൈമിൽ നമ്മൾ മൈൻഡിൽ ഒരു കാൽക്കുലേഷൻ, ഒരു ക്വിക്ക് കാൽക്കുലേഷൻ നടത്തിയിട്ട് വേണം തിരിക്കാൻ. ആൻഡ് ഓവറോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ വണ്ടിയുടെ കളർ എന്ന് പറഞ്ഞാൽ അതിൽ ഷോ ചെയ്യും. ഇത് ഈ ഒരു കളറാണ്, ഒരു ടൊയോട്ട സുപ്രയാണ്. സോ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. ലൈക്ക് ഞാൻ തന്നെ സെലക്ട് ചെയ്ത് അങ്ങനെ. പിന്നെ ഓവറോൾ ഈ AC ലീക്കും ഇതൊന്നും അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം ഇത്ര നേരമായിട്ട് ഓടിച്ചതിൽ എനിക്ക് വേറെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. അത്രയേ ഉള്ളൂ. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ ചീസി ഡേ. ഇനി സോ നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, ആൻഡ് സ്റ്റോറീസ് ആയിട്ട്. സോ ഹാവ് എ ചീസി ഡേ. നിങ്ങൾ ഡ്രൈവ് സേഫ്, ബിൽഡ് നല്ല രീതിക്ക് ബിൽഡ് ചെയ്യണം കാർസ്. Yeah. Okay, bye.